ശ്രീ മുജീബ് റഹ്മാൻ, ഇപ്പോഴും താങ്കളുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 4 പേരിൽ 3 പേരും ആങ്കറുടെ അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കുന്നവരും അതേപോലെ തന്നെ എൻ്റെ വാദത്തോട് വിരുദ്ധ അഭിപ്രായമുള്ളവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 പേരോട് ഞാൻ സംസാരിച്ചാൽ എത്രമാത്രം അവരുടെ സംസാരത്തിന് മറുപടി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങളാണ് സംസാരിച്ചിട്ടുള്ള ഈ പാനലിലുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എന്താണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ? എവിടെയാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്? ഇപ്പൊ ഞാൻ സംസാരിച്ചതിൽ അല്ലെങ്കിൽ ശംഖു അല്ലെങ്കിൽ കെവിൻ പീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവരിലെ നേരത്തെ സംസാരിച്ച കെവിൻ പീറ്റർ നേരത്തെ സംസാരിച്ച കെവിൻ പീറ്റർ ഞാൻ സംസാരിക്കട്ടെ? അതന്നെ, എനിക്ക് ചോദ്യം മനസ്സിലായി, ചോദിച്ചത് മനസ്സിലായി. എൻ്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാസയുടെ പ്രതിനിധിയാണ് ഞാൻ മനസ്സിലാക്കുന്നു കെവിൻ പീറ്റർ, അല്ലേ? കാസയുടെ പ്രതിനിധി അല്ലേ കെവിൻ പീറ്റർ? അതെ. അദ്ദേഹം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടിന്റെ സമാധാനത്തെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ വളരെ വാചാലനായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാസ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയാണ് ഞാൻ. സംസാരിക്കട്ടെ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചിട്ടില്ല. താങ്കൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഇടപെടേണ്ട പല ഘട്ടങ്ങൾ ഉണ്ടായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോ കാസ എന്ന് പറയുന്ന ആ സംഘടന എന്താണ് എന്ന് എന്നെയോ അതല്ലെങ്കിൽ കേരള പൊതുസമൂഹത്തെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. ആ കാസയുടെ ഒരു പ്രതിനിധി വന്നിട്ട് കേരള സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷവും മതസൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാനതിനൊന്നും മറുപടി പറയുന്നില്ല. കാരണം ഇത് കാണുന്ന ആളുകൾക്കറിയാം കാസ എന്താണെന്നുള്ളത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഔദാര്യത്തിൽ ആരെങ്കിലും ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ സംസാരിച്ച പ്രതിനിധികൾ ഈ പറയപ്പെടുന്ന രീതിയിൽ അവിടെ നടക്കുന്ന, ഇപ്പോൾ സംസാരിച്ച പ്രതിനിധികൾ മാത്രമല്ല, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിലും അതേപോലെ തന്നെ മുൻപത്ത് നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അവിടെ എത്തപ്പെടുന്ന ആളുകളും ഇതിൻ്റെ ഒരു കൊമ്പുമുന, ഇതിൻ്റെ മുന ഒരു സമുദായത്തിലേക്ക് തിരിച്ചു വെക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തപ്പെടുന്ന സാഹചര്യത്തിൽ ഒരിക്കലും മുസ്ലിം സമുദായം ഈ പറയപ്പെടുന്ന വിഷയത്തിൽ മുസ്ലിം സമുദായം തീരുമാനിക്കേണ്ട വിഷയമല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമല്ല. അതല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ മുകളിൽ ഇവിടെ ഗവൺമെൻറ് ഉണ്ട്, ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നപരിഹാരത്തിലേക്കോ അതല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ കുടിയിറക്കാനോ അതല്ലെങ്കിൽ അവിടെ കുടിയിരുത്താനോ ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റിയോ അതല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന കുറച്ച് ആളുകളോ അല്ലെങ്കിൽ മുസ്ലിം സമുദായമോ തീരുമാനിക്കേണ്ട കാര്യമല്ല. അതിന് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ്. അതിന് ആ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ഇവിടെ നടക്കപ്പെടുന്ന മുനമ്പത്തെ വിഷയം മാത്രമല്ലല്ലോ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും രാജ്യത്തെ ജുഡീഷ്യറിയിലാണ് നിലവിൽ ആശ്രയിച്ച് ആ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അവിടെ ഈ പറയപ്പെടുന്ന രീതിയിൽ അവിടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട്. നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വാദത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. ആ വാദത്തെ പലരും വളരെ ലാഘവത്തോട് സംസാരിക്കുക. അദ്ദേഹം ഇപ്പോഴും അത് വഖഫ് ഭൂമിയാണ് എന്ന വാദത്തിൽ തന്നെ ഉറച്ചു, ആ വാദത്തിൽ തന്നെയാണ് ഞാൻ അതിന് കൃത്യമായ രേഖകളുടെ പിൻബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ സംസാരിച്ച ഇവിടുത്തെ സംസാരിക്കട്ടെ. അപ്പൊ അതില് ആങ്കർ ഒരു ജഡ്ജിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടോ ഞാനോ വാദിയോടോ മറ്റൊരു പ്രതിയുടെ സ്ഥാനത്ത് നിന്നൊരു കോടതിയായിട്ട് ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1950 മുതൽ കോടതിയുടെ ഓരോ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു 1975 കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തീരുമാനം അത് വഖഫിൻ്റെതല്ല, അത് ഫാറൂഖ് കോളേജിൻ്റെതാണ് എന്ന് കോടതി പറഞ്ഞു. വഖഫിൻ്റെതായതിൻ്റെ പേരിലാണ് അത് ഫാറൂഖ് കോളേജിൻ്റെ ആയത്. ഫാറൂഖ് കോളേജിന് ഈ പറയപ്പെടുന്ന സിദ്ദിഖ് സേട്ട് ഈ പറയപ്പെടുന്ന വഖഫ് എന്ന രീതിയിലാണ് ഫാറൂഖ് കോളേജിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വഖഫ് ഭൂമി ആയതുകൊണ്ട് തന്നെയാണ് ആ കോടതി വിധിയിൽ വളരെ കൃത്യമായ രീതിയിൽ ജഡ്ജി സൂചിപ്പിച്ചിട്ടുള്ളത് അത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണ് എന്ന്. നേരത്തെ 1961 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറവൂർ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കുടിയാന്മാരായിട്ടുള്ള ആളുകളും അന്ന് 12 പേരാണ് അവിടെ ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് 1961 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറവൂർ കോടതിയിൽ നിന്നുള്ള വിധിയുണ്ട്. നിങ്ങളതിൻ്റെ വിധിയുടെ റിപ്പോർട്ടൊക്കെ എടുത്ത് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ വളരെ കൃത്യമായ രീതിയിൽ കോടതികൾ പറഞ്ഞിട്ടുള്ളത്, നിലവിലെ വഖഫ് ബോർഡല്ല പറഞ്ഞിട്ടുള്ളത്, പറവൂർ കോടതിയും അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയും വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് വഖഫ് ഭൂമിയാണ്, അത് ഫാറൂഖ് കോളേജിൻ്റെ അവകാശപ്പെട്ടതാണ്. അതെല്ലാം കഴിയട്ടെ. ഇപ്പോൾ
നിലവിലെ അവസ്ഥയിൽ കഴിഞ്ഞ 2009 കേൾക്കുന്നുണ്ടല്ലോ, 2009 PS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇടയ്ക്ക് സംസാരിക്കല ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം 2022 ഞാൻ പറയട്ടെ, 2022 ഈ പറയപ്പെടുന്ന മുനമ്പം പ്രദേശത്ത് ഈ പറയപ്പെടുന്ന സമരം ചെയ്യുന്നവർക്കും അവിടുത്തെ റിസോർട്ടുകൾക്കുമെല്ലാം കരമടക്കാനുള്ള ഒരു അനുമതി കൊടുത്തിരുന്നല്ലോ. കരമടക്കാനുള്ള അനുമതി കൊടുത്ത് അവർ കരമടച്ചിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളൊന്ന് പറ കേൾക്കട്ടെ. അവര് ആ നിലവിൽ അത് വഖഫ് ഭൂമിയല്ല, അവിടെ കരമടക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി കോടതി കൊടുക്കുകയാണെന്ന് അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കപ്പെട്ടിട്ടുള്ള തീരുമാനം എന്താണ്? താങ്കളൊന്ന് പറ കേൾക്കട്ടെ. ഞാൻ പറയാം, താങ്കൾ പറയുന്നത് ഞാൻ പറയാം. കേരള ഹൈക്കോടതി അതിൽ പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള അവസ്ഥയിൽ ഗവൺമെന്റ് എടുക്കപ്പെട്ടിട്ടുള്ള അവിടെ കരമടക്കാൻ സർക്കാർ കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സ്ഥലം MLA സഖാവ് ഉണ്ണികൃഷ്ണനും അതേപോലെ തന്നെ അന്നത്തെ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന TK ഹംസയും അതേപോലെ തന്നെ നിലവിലുള്ള അവസ്ഥയിൽ വഖഫ് മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവിടെ കരമടക്കാനുള്ള ഒരു അനുമതി കൊടുത്തിരുന്നല്ലോ. ഇപ്പോൾ പലരും പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടണം, ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെട്ടാൽ മാത്രമാണ് ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഈ വിഷയത്തിൽ ഗവൺമെന്റ് കഴിഞ്ഞ 2022 ഇടപെട്ടിട്ടുണ്ട്, അതിന് പരിഹാരത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്, തീരുമാനമെടുത്തിട്ടുണ്ട്. കരമടക്കാനുള്ള അനുമതി നിലവിലുള്ള അവസ്ഥയിൽ ജില്ലാ കളക്ടർ കൊടുത്തിട്ടുണ്ട്, അവർ കര അടച്ചിട്ടുണ്ട്. ആ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ റദ്ദ് ചെയ്തത് ആരാണ്? ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളല്ലല്ലോ, ഇവിടുത്തെ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി അല്ലല്ലോ, ഹൈക്കോടതിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനം ഉണ്ടാകേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ഔദാര്യത്തിൽ ആരെങ്കിലും കഴിയണമെന്നോ അവിടെ ആരെങ്കിലും കുടിയിറക്കണ്ടെന്നോ കുടിയേറ്റണമെന്നൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ഞാൻ ആ സംസാരിച്ച സംസാരങ്ങളെ മുസ്ലിം സമുദായത്തിന്റെ ഔദാര്യത്തിൽ കഴിയണം എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിച്ചു. ഒരിക്കലും അങ്ങനെ സംസാരിച്ചിട്ടില്ല, അങ്ങനെ സംസാരിക്കുകയില്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് കോടതിയാണ്, കോടതിയുടെ മുന്നിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ അഭിപ്രായ വളരെ കൃത്യമായ കോടതി വിധിയുണ്ടോ? എനിക്ക് ചെയ്യാൻ കഴിയില്ല, എന്റെ ഫോൺ ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. നിലവിലുള്ള അവസ്ഥയിൽ വേറെ ഒന്നുമില്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. അതിൽ പറഞ്ഞിട്ടുള്ളത് നിലവിലെ ഒരു വ്യക്തിയാണ് ഇതിനു വേണ്ടി നിലവിൽ പോയിട്ടുള്ളത്, ഏതായാലും മുസ്ലിം സംഘടനകളല്ല. ഒരു വ്യക്തി ഈ പറയപ്പെടുന്ന ഗവൺമെന്റിന്റെ തീരുമാനത്തെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ആ വാദം അംഗീകരിച്ചുകൊണ്ട് ആ കരമടക്കാൻ, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ, ഇതൊക്കെ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ പിന്നെ സർക്കാരിന് എങ്ങനെയാണ് ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നത്? ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ മുജീബ് റഹ്മാൻ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. എന്തുകൊണ്ടാണ് കേരള ഞാനൊരു ചോദ്യം നേരെ ചോദിച്ചു, അല്ല ഞാൻ പറയട്ടെ, ഞാനൊരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി താങ്കൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചിരുന്നു, കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ കരമടക്കാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ട് ആരാണത് റദ്ദ് ചെയ്തത്? അല്ല, ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, താങ്കളുടെ വാദം മുഖവിലക്കെടുക്കുന്നു, താങ്കളുടെ വാദം മുഖവിലക്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 22-ാം തീയതി ഇങ്ങനെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ താങ്കൾ പറയുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ടെന്ന്. അവർക്ക് അവരുടെ റവന്യൂ അവകാശം നിഷേധിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ്. അല്ല അങ്ങനെ പറയുന്നു. അങ്ങനെയാണ് പിന്നെ എങ്ങനെയാ? കോടതിക്ക് മാത്രമല്ലേ അത് റിവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സർക്കാർ എന്ത് ഉറപ്പാണ് കൊടുക്കുന്നത്? ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നു, അതുപോലെ ഭരണപക്ഷം ഒരേ സ്വരത്ത് പറയാണ് ഇത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. താങ്കൾ പറയുന്നു ഇത് കോടതി അങ്ങനെ ഒരു ഉത്തരവുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതെ, അപ്പൊ പിന്നെ എങ്ങനെയാ പ്രശ്ന പരിഹാരം എങ്ങനെ ഉണ്ടാവാൻ പോകുന്നത്? കേരള ഗവൺമെന്റ് ആ വിഷയത്തിൽ തീരുമാനം നേരത്തെ എടുത്തിരുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് പ്രശ്ന പരിഹാരം പിന്നെ എങ്ങനെ ഉണ്ടാവും? നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസായിരുന്നല്ലോ ബാബരി മസ്ജിദ് കേസ്. ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പരിഹാരം ഉണ്ടായത്?
അത് ആരെങ്കിലും ഇന്ന് ചർച്ച ചെയ്തിട്ടാണോ? സംസ്ഥാന ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടോ കേന്ദ്ര ഗവൺമെന്റ്? അവിടെ സുപ്രീം കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധി വന്നു. അത് അനീതിയുടെ വിധിയാണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ടെങ്കിലും പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. അല്ല, അതിനെ അവരുടെ റവന്യൂ അവകാശം വകവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള, അതേപോലെ തന്നെ അവരവിടെ താമസിച്ചിരുന്ന ആളുകളെ ഒരു കുടിയിറക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് കിട്ടേണ്ട ഒരു മാനുഷികാവസ്ഥ ഉണ്ടല്ലോ. അവിടെ നിയമത്തിൻ്റെതായിട്ടുള്ള യാതൊരു സംശയവുമില്ല. പക്ഷേ കുറച്ചു കാലം ഇങ്ങനെ പോയിക്കോട്ടെ, പിന്നെ വീണ്ടും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. എന്തായാലും കോടതിയുടെ അവസ്ഥ എന്നുള്ള അവസ്ഥയിൽ പരിഹരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ റൂളിംഗ് ആണല്ലോ, അവരുടെ പരിഹരിക്കേണ്ടതുണ്ട്. അവരെ കോടതിയിൽ നിന്ന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജംഗ്ഷനിൽ സഭാധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിലൊക്കെ സഭാധ്യക്ഷന്മാരൊക്കെ ജനചാനലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാസ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ സഭയും അതേപോലെ തന്നെ മുസ്ലിം സമുദായവും ഒക്കെ തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് കാസ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിന് നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ അവിടെ സഭാധ്യക്ഷന്മാർ മാത്രമല്ല, ആ സമരത്തിന് ഐക്യദാർഢ്യം അറിയിപ്പിച്ചുകൊണ്ട് അവിടെ എത്തപ്പെടുന്ന സംഘപരിവാർ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ചർച്ചകളിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിലവിലൊരു അവസ്ഥയിൽ നിലവിലൊരു അവസ്ഥയിൽ അവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ പിന്നിൽ, ഈ വിഷയത്തിന്റെ മറവിൽ വഖഫ് നിയമം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ അവിടെ നിന്ന് ഉയർന്ന അവസ്ഥയുണ്ട്. അവിടെ സമരസമിതിയുടെ ന്യായമായിട്ടുള്ള അവകാശവും അവരുടെ റവന്യൂ അവകാശങ്ങൾ വെച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴും ആ സമരപ്പന്തലിൽ നിന്ന് വരുന്ന ശബ്ദം അവിടെ വഖഫ് നിയമം കത്തിക്കൽ ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ വളരെ മോശമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആ സമരസമിതിയുടെ പന്തലിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാവും എന്നുള്ളതാണ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോ അതിന് എന്താണ് റെമഡി എന്നുള്ള കാര്യത്തിൽ കാര്യമുള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറഞ്ഞു തീർത്തേക്കട്ടെ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു. ആ വിഷയത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടിരുന്നു. 2022 1.5 വർഷം മുമ്പ് ഈ പറയപ്പെടുന്ന വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. കൃത്യമായ രീതിയിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം തീർപ്പ് കൽപ്പിക്കാനാവും, അല്ലെങ്കിൽ എങ്ങനെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ. അതാണ് ചർച്ച ചെയ്യേണ്ടത്. യെസ്.